എത്രാമത്തെ പുസ്തകം എന്നറിയാമോ? 50-ാമത്തെ പുസ്തകമാണ് ഫിലിപ്പിയൻ ലേഖനം. 50-ാമത്തെ പുസ്തകം എഴുതിയോ? എഴുത്തുകാരൻ പൗലൂസാണ്. എഴുതിയ കാലഘട്ടം AD 61. ആർക്കു വേണ്ടി എഴുതി? ഫിലിപ്പിയിലെ വിശ്വാസികൾക്ക് വേണ്ടി. എവിടെ വച്ചെഴുതി? റോമിൽ. താക്കോൽ വാക്യം 1:21. താക്കോൽ വാക്ക് സന്തോഷിപ്പി. ആകെ പ്രവചനങ്ങൾ 5. ആകെ പ്രവചനങ്ങൾ 5. ക്രിസ്തുവിനെ കുറിച്ചുള്ള ചരിത്രം. ദൈവമഹത്വം. മുറുകെ പിടിക്കുക. ആകെ അധ്യായങ്ങൾ 4. ആകെ വാക്യങ്ങൾ 104. ഒന്നാമത്തെ അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം ഒന്ന് ഒരാളിന് വായിക്കാമോ? എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. ഇവിടെ താക്കോൽ വാക്യം എന്ന് പറയുമ്പോ പൗലൂസ് പറയുന്നത് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭം. ആന്റി കയറുന്നില്ലേ? ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭം. അതെന്താ പൗലൂസ് അങ്ങനെ പറഞ്ഞത്? എന്തായിരിക്കും പൗലൂസ് അങ്ങനെ പറഞ്ഞ കാര്യം? പലതും പിടിയുണ്ടോ? പൗലൂസ് ആരായിരുന്നു അറിയാമോ? കർത്താവിന് വിരോധമായി നിന്നൊരു മനുഷ്യനാണ്. നല്ല വിദ്യാസമ്പന്നനാ പൗലൂസ്. ഭയങ്കര ബുദ്ധിരാക്ഷസനാണ്. എങ്ങനെ യഹൂദന്മാരെ തകർക്കാം, അഥവാ ക്രിസ്ത്യാനികളെ എങ്ങനെ ഒതുക്കാം,
ഇതാണ് പൗലൂസിന്റെ പദ്ധതി. പഠിച്ചവനെ കൊണ്ടേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ. ശ്രദ്ധിക്കണം, പഠിച്ചവനെ കൊണ്ട് മാത്രം. ഒരു ഗമാലിയൻ എന്ന് പറയുമ്പോൾ ഏകദേശം 1000 പേരുണ്ട്. അങ്ങനെ 3 ഗമാലിയന്റെ കീഴിൽ നിന്നാണ് പൗലൂസ് വേദപുസ്തകം പഠിക്കുന്നത്. ആ പൗലൂസാണ് പറഞ്ഞത്, ജീവിക്കുന്നെങ്കിൽ ക്രിസ്തുവിന്, മരിക്കുന്നെങ്കിൽ എന്താ ലാഭം, അല്ലെ? ജീവിക്കുന്നെങ്കിൽ ക്രിസ്തുവിന്, മരിക്കുന്നെങ്കിൽ ലാഭം. അങ്ങനെ പറയുന്ന ആരെങ്കിലും ഉണ്ടോ? എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാണ്. വളരെ വ്യക്തമാണ് അവിടെ എഴുതിയിരിക്കുന്ന വാക്യം. നോക്കിക്കേ, ഇവിടെ നമ്മൾ അടുത്ത് ഒരു പദം നമ്മൾ മനസ്സിലാക്കുമ്പോ ഫിലിപ്പിയർ പ്രധാന വാക്യങ്ങൾ എഴുതിക്കോ. പ്രധാന വാക്യങ്ങൾ 1:21 വായിച്ച വാക്യം തന്നെ 3:8 മുതൽ 11 വരെ. നാലിന്റെ 4, 12, 13. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ പുസ്തകത്തിലെ പ്രധാന വ്യക്തികൾ. പ്രധാനമായ ഇതിനകത്ത് 3 വ്യക്തികളുണ്ട്. ഒന്നാമത് പൗലൂസ്, രണ്ടാമത് തീമത്യോസ്, മൂന്നാമത് എപ്രത്തോസ്, പ്രധാന വ്യക്തികൾ. ഈ പുസ്തകത്തിലെ സ്ഥിതി വിവരങ്ങൾ ഹെഡിങ്. മുമ്പേ നമ്മൾ എഴുതിയത് തന്നെ സത്യവേദ പുസ്തകത്തിലെ 50-ാമത്തെ പുസ്തകം, അധ്യായങ്ങൾ 4, വാക്യങ്ങൾ 104, ചോദ്യങ്ങൾ 1, ചരിത്രപരമായ വാക്യങ്ങൾ 96, നിവൃത്തിയാകാത്ത പ്രവചനങ്ങൾ 5. ഇനി എഴുതേണ്ടത് നിവൃത്തിയാകാത്ത പ്രവചനങ്ങൾ 5. പ്രാരംഭത്തിൽ എഴുതി, അതുകൊണ്ടാണ്. അതിന്റെ 3-ാമത്തെ അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? 3:8. അത്രയുമല്ല, എന്റെ കർത്താവായ ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം എന്നെണ്ണുന്നു. അത്രയുമല്ല എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, 2-ാമത്തെ അധ്യായം നമ്മൾ പഠിക്കുമ്പോഴും 3-ാമത്തെ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്. അതിന്റെ 2-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: നായ്ക്കളെ സൂക്ഷിപ്പീൻ, ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പീൻ. അത് പറഞ്ഞിട്ടാണ് പൗലൂസ് പറയുന്നത്, അത്രയുമല്ല, എന്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദം എന്ന് എണ്ണുന്നു.
എന്താണ് ആ പൗലോസ് എന്ന് പറഞ്ഞത്? എല്ലാം ഛേദമെന്ന്. എന്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും ഞാൻ പറയട്ടെ, വേദപുസ്തകം പറയുന്നത് ഒരു മനുഷ്യൻ നിവർന്നു നിന്നാൽ ഒരു ശ്വാസം എത്രേ. ഇന്നെല്ലാവരും പണത്തിന് എങ്ങനെ പണം ഉണ്ടാക്കാന്ന് പറഞ്ഞ് സഞ്ചരിക്കുന്ന ഒരു ഘട്ടത്തിലേക്കായിരിക്കുന്നു. എങ്ങനെ 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 വേദപുസ്തകം എന്താ പറയുന്നത്? അന്നന്ന് ഉണ്ണാനും അടുത്ത് അന്നന്ന് ഉടുക്കാനും ഉണ്ടെങ്കിൽ അത് മതി. പെങ്ങമ്മേന്റെ കൈയെന്ന് വെച്ചേ അതില് അന്നന്ന് ഉണ്ണാനും അന്നന്ന് ഉടുക്കാനും ഉണ്ടെങ്കിൽ അത് മതി. അതാ പൗലോസ് പറഞ്ഞു, എനിക്കെല്ലാം ഞാൻ ഛേദമെന്നുണ്ട്. എല്ലാത്തിനേക്കാൾ ശ്രേഷ്ഠൻ എന്റെ ദൈവം തന്നെ. പറയാൻ പറ്റുമോ? നമ്മുടെ മുമ്പിൽ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്, ഒത്തിരി ഓപ്ഷൻ. എല്ലാത്തിനും വലുത് നമ്മുടെ കർത്താവ് തന്നെയാണ്. അടുത്ത ഭാഗത്തേക്ക് നമുക്ക് വരാം. അതെ, ആ 3-ാമത്തെ അധ്യായം തന്നെ 9-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 9-ാമത്തെ വാക്യം. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എന്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിങ്കിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടതിനും അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും. നോക്കിക്കേ, അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി അത് നമ്മളുടെ മേൽ വേണം. നമ്മളുടെ മേൽ പൗലോസ് നല്ലവണ്ണം പ്രാപിച്ച ഒരു മനുഷ്യൻ. വിടേണ്ടതെല്ലാം പൗലോസ് വിട്ടു. നേടിയതും നേട്ടമുണ്ടാക്കേണ്ടതും തന്റെ ജീവിതത്തിൽ ദൈവ സ്നേഹത്തെക്കാൾ എന്ത് വന്നിട്ടും പൗലോസ് അതെല്ലാം ഗുഡ് ബൈ പറഞ്ഞു. നോ എന്ന വാക്കിന്റെ അർത്ഥം നോ തന്നെയാണ്, അതിനപ്പുറം വേറൊന്നും. ചിലതൊക്കെ നോ പറഞ്ഞ് മാറാൻ പൗലോസ് തയ്യാറായപ്പോ അതിന്റെ സ്തോത്രം 12-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. തികഞ്ഞവനായി ലഭിച്ചു കഴിഞ്ഞ തികഞ്ഞവനായി എന്നോ അല്ല, ഞാൻ ക്രിസ്തുവേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേ ഉള്ളൂ. കണ്ടോ? പക്ഷെ പിടിച്ചില്ല. പിടിക്കാമോ എന്നുള്ള ഒരു യാത്രയുടെ മധ്യത്തിലാ പൗലോസ് ആയിരിക്കും. ആമേൻ. ഓരോ ദിവസവും നമ്മളിങ്ങനെ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ശ്രമം ഒരിക്കലും പാഴാകത്തില്ല. അതില്ലേ, തീപ്പെട്ടിക്കൊള്ളി കൊണ്ട് ഒരു മനുഷ്യൻ താജ്മഹൽ ഉണ്ടാക്കിയത്. താജ്മഹൽ തീപ്പെട്ടിക്കൊള്ളി കൊണ്ട് മാത്രം. എന്താ മനുഷ്യന് കഴിയാത്ത? എല്ലാം കഴിയും. കഴിയാത്തതൊന്നും ഇല്ലെന്നേ. പ്രത്യേകിച്ച് അഭിഷക്തന്മാർക്കും അഭിഷക്തന്മാർക്കും കഴിയാത്ത ഒരു കാര്യവുമില്ല. അതിന് മെനക്കെടുന്നില്ല എന്നാണ്. സ്തോത്രം. നാളെ എന്ത് കുടിക്കും, നാളെ എന്ത് ഉടുക്കും, നാളത്തെ കുറിച്ച് അത് വേണ്ട. അത് കർത്താവ് നോക്കിക്കോളൂ, ഉറപ്പായിട്ടും. ആമേൻ. ഞാൻ ചോദിക്കട്ടെ, ഈ 365 ദിവസവും വീട്ടിനകത്ത് കയറി ഇരുന്നിട്ട് ഡിസംബർ മാസം വരുമ്പോൾ മാത്രം ഒരു ചാട്ടം ഉണ്ടല്ലോ അവർക്ക് വെളിയിൽ. ഭയങ്കര ചാട്ടമാണ്. 365 പ്രാവശ്യവും സുവിശേഷം അറിയിക്കാത്തവർ ഈ ഡിസംബർ മാസം ചാടുകയാണ്. എന്തെന്നറിയാമോ? എന്താ ഈ 365 ദിവസം ഒരു ഓരോ ദിവസവും ഇറങ്ങാത്ത കാര്യം എന്താ? ഓരോ ദിവസവും കർത്താവിന് വേണ്ടി നമ്മൾ നിൽക്കണം. ഒരു ദിവസം ഒരാളോടെങ്കിലും സുവിശേഷം പറഞ്ഞിരിക്കണം. സ്തോത്രം. ഒരു ദിവസം ഒരാളോടെങ്കിലും, വേറൊന്നും പറയണ്ട. മാർക്കറ്റിൽ പോകുമ്പോഴെങ്കിലും, മീൻ വാങ്ങാൻ പോകുമ്പോഴെങ്കിലും, ഫോൺ ചെയ്യുമ്പോഴെങ്കിലും ഒരാൾ കണ്ണീരോടെ പറയുമ്പോ
ദൈവമേ, ദൈവം നിന്നെ സഹായിക്കും. ടെൻഷൻ അടിക്കണ്ട, ഒന്ന് പറയാ. അതാ പൗലോസ് പറഞ്ഞേ, ഞാൻ ഓടുന്നേ ഉള്ളൂ, ഒരല്പം ഓട്ടക്കളത്തിലാ ഞാൻ. ഉറപ്പായിട്ടും ഞാൻ അത് പിടിക്കും. നോക്കിക്കേ, അടുത്ത എഴുതാ ഹെഡിങ്, ഫിലിപ്പിയർ ലേഖനത്തിന്റെ ഉദ്ദേശം. ഇതെന്തുകൊണ്ടാണ് ഇത് എഴുതിയത്? ഹെഡിങ് എഴുതിയെങ്കിൽ ഒന്ന് മുന്നോട്ട് നോക്കാം. ഓക്കെ. ക്രിസ്തു തന്റെ ദൈവത്വം മുറുകെ പിടിക്കാതെ ദാസനായും സ്വയം വരിച്ച് മനുഷ്യനായി തീർന്നു. എന്ന് വിവരിക്കുന്നു. ഫിലിപ്പിയർ 2-ാം അധ്യായം 1-ാമത്തെ വാക്യം മുതൽ. ഈ ലേഖനത്തെക്കുറിച്ചുള്ള ക്രിസ്തുവിന്റെ ചരിത്രങ്ങളിൽ പ്രധാനമായതാണ് ഒന്നാമത്തെ അധ്യായത്തിൽ പൗലോസ് ക്രിസ്തുവിന്റെ ജീവിതം തന്നെയായിരുന്നു. രണ്ടിന്റെ 1 മുതൽ 11 വരെ. രണ്ടിന്റെ 5, 3-ന്റെ 21, 4-ന്റെ 13. രണ്ട്, ഫിലിപ്പിയിലെ വിശ്വാസികൾ എപ്രസാസ് മുഖാന്തരം
എപ്പഫ്രാസ് മുഖാന്തരം തനിക്ക് നൽകിയ ദാനത്തിന് അവർക്ക് നന്ദി പറയുവാനും നാലാമത്തെ അധ്യായം അതിന്റെ 19 മുതൽ 4-ാമത്തെ അധ്യായം അതിന്റെ 14 മുതൽ 19 വരെ. ഒന്നിന്റെ 7, 13, 14. രണ്ടിന്റെ 25, 30. മൂന്ന്, തന്റെ ദീർഘമായ കാരാഗൃഹവാസം നിമിത്തം അവർക്കുണ്ടായ അധൈര്യം നിമിത്തം അവർക്കുണ്ടായ അധൈര്യം. 1-ന്റെ 12 ഒന്ന് വായിക്കാമോ? ഒന്നിന്റെ 12. സഹോദരന്മാരെ, എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നുവെന്ന് നിങ്ങൾ അറിവാൻ ഞാൻ ഇച്ഛിക്കുന്നു. അവിടെ വളരെ വ്യക്തമായിട്ട് പറയ പൗലോസ്, സഹോദരന്മാരെ, എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു എന്ന് നിങ്ങൾ അറിയുവാൻ ഞാൻ ഇച്ഛിക്കുന്നു. അപ്പൊ ചിലതൊക്കെ പൗലോസ് ജനത്തിന്റെ ഇടയിൽ ചെയ്ത ചില അത്ഭുതങ്ങൾ, അല്ലെങ്കിൽ ദൈവസഭ ഒന്ന് തഴച്ചു വളരണം എന്നാണ് പൗലോസ് ആഗ്രഹിക്കുന്നത്. അതിന്റെ 13-ാമത്തെ വാക്യം നമ്മൾ വാക്യം പറയുന്നു ഇങ്ങനെയാണ്: എന്റെ ബന്ധനങ്ങൾ ക്രിസ്തു നിമിത്തമാകുന്നു. എന്റെ ബന്ധനങ്ങൾ ക്രിസ്തു നിമിത്തമാകുന്നു. അടുത്ത് എന്ന് അകമ്പടി പട്ടാളത്തിലൊക്കെയും ശേഷം എല്ലാവർക്കും തെളിവായി വരികയും ഭയങ്കരന്മാർ മിക്കപേരും എന്റെ ബന്ധനങ്ങളാൽ കർത്താവിൽ ധൈര്യം പൂണ്ട് ദൈവത്തിന്റെ വചനം ഭയം കൂടാതെ പ്രസ്താവിപ്പാൻ അധികം തുനിയുകയും ചെയ്തിരിക്കുന്നു. മതി. എന്റെ ബന്ധനങ്ങളിൽ കർത്താവിൽ ധൈര്യം കൊണ്ടു. എന്റെ ബന്ധനങ്ങളിൽ എന്താ? എന്റെ ബന്ധനം. പൗലൂസ് ഭയങ്കരമാണ് കേട്ടോ, കർശനമാണ് എല്ലാ കാര്യത്തിലും. പഴയ നിയമത്തിലെ ആവേശോത്രം ജനത്തെ നടത്തിയതുപോലെ പഴയ നിയമത്തിൽ ശക്തമായി മോശ ജനത്തെ നടത്തി. പക്ഷെ മോശ നടത്തിയപ്പോ ജനം തെറ്റിപ്പോയി. എന്നാ പുതിയ നിയമത്തിലേക്ക് വരുമ്പോ നോക്കിക്കണ്ടോ, ആ കർത്താവ് അവന് കൊടുത്ത ആ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നിന്നുകൊണ്ട് പറയുക, എന്റെ ബന്ധനത്താൽ. അപ്പൊ നമ്മൾ ആരാ? പരിശുദ്ധാത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവരാണ്. എപ്പോഴും ശ്രദ്ധിക്കുക, എല്ലാ കടയിലും പോയി നമുക്ക് ഇരിക്കാൻ വ്യവസ്ഥയില്ല. എല്ലായിടത്തും കുറച്ച് പേരുകൾ അവിടെ നിർത്തിയിട്ട് നിങ്ങളൊരു കാര്യം ചെയ്യുക, ഒരു 2 പേജ് മാറ്റിയിട്ട് ആരാണ് അഭിഷക്തന്മാർ? 2 പേജ് മാറ്റിയിട്ട് നമുക്ക് ഞാൻ പറഞ്ഞുതരാം. ഈ അഭിഷക്തന്മാരാരാ? ആമേൻ. എന്താണ് ദൈവം അവരെ കുറിച്ച് സ്തോത്രം ദൈവം പറഞ്ഞിരിക്കുന്നത്? ഈ ശുശ്രൂഷകന്മാരുടെ ചിന്ത, നിങ്ങൾ എല്ലാവരും ശുശ്രൂഷകാരാ. നിങ്ങളിൽ ഒരു അഭിഷേകമുണ്ട്. ഒരു 2 പേജ് മാറ്റി, അതായത് ഒരു പേപ്പറിന്റെ അപ്പുറവും ഇപ്പുറവും മാറ്റിയിട്ട് നിങ്ങളൊന്ന് എഴുതണേ. സഭാ ശുശ്രൂഷകന്മാർക്കുള്ള പേരുകൾ
സഭാ ശുശ്രൂഷകന്മാർക്കുള്ള പേരുകൾ എന്ന് പറയുമ്പോ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ആ ഭാഗം ഇങ്ങനെ വന്നപ്പോ, ദൈവം അഭിഷേകത്താൽ നിറച്ച എല്ലാവരും, ഇപ്പോ തങ്ങമേന്തി തന്നെ കഴിഞ്ഞ ദിവസമൊക്കെ വളരെ അനുഗ്രഹിക്കപ്പെട്ട പരസ്യങ്ങളിലൊക്കെ എനിക്കൊന്ന് പ്രസംഗിച്ചിട്ടുണ്ടെന്ന് അറിയില്ല, കൊടുത്തിട്ടുള്ള ഓരോ വാക്കുകൾ, അല്ലെങ്കിൽ ലഘുലേഖ കൊടുത്താലും ഒരു പാട്ട് പാടിയാലും ഒന്ന് പ്രാർത്ഥിച്ചാലും നമ്മൾ ആരായി? വിഷത്തനാണ്. ഇപ്പൊ സെബിനാണെങ്കിലും ശരി തന്നെ, ഇതിനകത്തിരിക്കുന്ന സന്തോഷ് പാസ്റ്റർ ആണെങ്കിലും ജിജോയാണെങ്കിലും ഇതിനകത്തിരിക്കുന്ന നമ്മുടെ ജിനീഷ് ബ്രദർ ആണെങ്കിലും നിങ്ങൾ എല്ലാവരും അഭിഷക്തന്മാർ. അവരുടെ പേരുകൾ അറിയണ്ടേ? അധ്യക്ഷന്മാർ. വാക്യം തരാം, അധ്യക്ഷന്മാർ. അപ്പോസ്തല പ്രവൃത്തി 20:28 നിങ്ങൾ പിന്നെ വായിച്ചാൽ മതി, ഇപ്പൊ വായിക്കാൻ നമുക്ക് സമയമില്ല, അതുകൊണ്ട് പിന്നെ വായിക്കാം. അടുത്ത് 2:1 എന്ന് 2 ഇട്ടിട്ട് നിങ്ങൾ 29 തലത്തിലേക്ക് പോകേണ്ടത്. നിസ്സാരക്കാരന്മാരല്ല നമ്മൾ. അടുത്ത് പറയുന്നത് 2, ഇടയൻ ബ്രാക്കറ്റിൽ പാസ്റ്റർ. ഇടയൻ ബ്രാക്കറ്റിൽ പാസ്റ്റർ. യിരെമ്യാവ് 3:15. ഉപദേഷ്ടക്കന്മാർ. ഉപദേഷ്ടക്കന്മാർ. യെശയ്യാവ് 3:20. 4, സ്ഥാനാപതികൾ. സർക്കാരന്മാരല്ല നമ്മൾ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. സ്ഥാനാപതികൾ. 2 കൊരിന്തി 5:20. 2 കൊരിന്തി 5:20 എഴുതിയെടുക്കണം. നിങ്ങൾക്ക് ശുശ്രൂഷയിലൊക്കെ ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ളതാണ്. 5, സഭയുടെ ദൂതന്മാർ. വെളിപ്പാട് 1:20. ഒന്നിന്റെ 20. 6, മൂപ്പന്മാർ. അപ്പൊ നിങ്ങൾ ചോദിക്കും, മൂപ്പത്തിമാരെന്ന് പറഞ്ഞില്ലല്ലോ എന്ന്. അല്ല, മൂപ്പന്മാർ. ഞങ്ങളോടൊന്നും പറഞ്ഞില്ലല്ലോ, നിങ്ങൾ ഭാരപ്പെടണ്ട, നിങ്ങളുടെ മേലിരിക്കുന്ന അഭിഷേകം വലുതാ. മൂപ്പന്മാർ. 1 തീമോഥെയോസ് 5:17. 7, സുവിശേഷകന്മാർ. അപ്പോസ്തല പ്രവൃത്തി 21:8 നിങ്ങൾ എഴുതിയെടുക്കണം ശക്തമായി, ഒന്ന് വിട്ടുപോകരുത്. 8, മനുഷ്യരെ പിടിക്കുന്നവർ. മീൻ പിടിക്കുന്നവരെയൊക്കെ മാറ്റിയിട്ട് അവരെ മനുഷ്യരെ പിടിക്കുന്നവരാക്കി. സ്തോത്രം. മത്തായി 4:19. മാത്യൂസ് 4:19. 9, വേലക്കാർ. മാത്യു 9:38. 10, ദൈവപുരുഷന്മാർ. ആവർത്തനം 33:1. 11, സഭകളുടെ ദൂതന്മാർ.
സഭകളുടെ ദൂതന്മാർ. 2 കൊരിന്ത്യർ 8:23. 2 കൊരിന്ത്യർ 12. സഭയുടെ ശുശ്രൂഷകന്മാർ. കൊലോസ്യർ 1:25. ക്രിസ്തുവിന്റെ ശുശ്രൂഷകന്മാർ. റോമർ 15:15. ദൈവത്തിന്റെ ശുശ്രൂഷകന്മാർ. 2 കൊരിന്തി 6:4. സുവിശേഷത്തിന്റെ ശുശ്രൂഷകന്മാർ. എബേസ്യർ ലേഖനം 3:7. വചനത്തിന്റെ ശുശ്രൂഷകന്മാർ. നമ്മൾ ആരായിരിക്കണം? ലൂക്ക 1:1. ലൂക്ക 1:1. ഒരാളൊന്ന് വായിക്കാം. 1:1. നമ്മൾ ആരുടെ ശുശ്രൂഷകനായിരിക്കണം? ദൈവത്തിന്റെ വചനത്തിന്റെ ശുശ്രൂഷകനല്ല അവിടെ പറഞ്ഞത്, വചനത്തിന്റെ ശുശ്രൂഷകൻ. ഒന്ന് വായിച്ചേ, പെട്ടെന്ന് ഒരാൾ വായിച്ചേ. ശ്രീമാനായ തെയോഫിലോസേ, ആദ്യം മുതൽ കണ്ട സാക്ഷികളും വചനത്തിന്റെ ശുശ്രൂഷകന്മാരുമായവർ നമ്മെ ഫലമേൽപ്പിച്ചതുപോലെ. കണ്ടോ? വചനത്തിന്റെ ശുശ്രൂഷകന്മാർ നമ്മെ ഫലമേൽപ്പിച്ചതുപോലെ. എന്താ ഫലമേൽപ്പിച്ചത്? 1-ാമത്തെ അധ്യായത്തിൽ വൈദ്യനായ ലൂക്കോസ് പറയുന്നു എന്താ ഫലമേൽപ്പിച്ചത്. നമ്മളിൽ ഒത്തിരി ശുശ്രൂഷയുണ്ടെന്ന്. ഇത് വലിയൊരു പാക്കേജ് ആണ് ദൈവം തന്നിരിക്കുന്നത്. അതിന്റെ ഒരു ഭാഗത്ത് പോലും എനിക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞില്ല എന്നാണ്. ഓക്കെ, 1 വർഷം നമ്മൾ ആയി, 1 വർഷമാകുമ്പോൾ ചില ദിവസം കഴിയുമ്പോൾ 1 വർഷമാകുന്നു. ഈ 1 വർഷം നമ്മുടെ ജീവിതത്തിനകത്ത് എന്തെല്ലാം ദൈവം തന്നു എന്ന് നോക്കിയേ. അപ്പൊ ദൈവം തന്നു, പക്ഷെ ദൈവം നമുക്ക് തന്ന പാക്കേജിനകത്തേക്ക് നമ്മൾ കയറി അതിനകത്തൊന്ന് ഒരെണ്ണമെങ്കിലും പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ, ഒരാളിനെയെങ്കിലും പള്ളിയിൽ കൊണ്ടുപോയി കർത്താവിന്റെ സാക്ഷിയായി നിർത്താൻ കഴിഞ്ഞോ? നമ്മളിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ഭരമേൽപ്പിച്ച ദൗത്യം ചെറുതല്ല, വലിയ ദൗത്യമാണ്. നമ്മൾ ആരായിരിക്കണം? വചനത്തിന്റെ ശുശ്രൂഷകന്മാർ. ഓക്കെ, 17. പ്രസംഗകർ. റോമർ 10:14. പ്രസംഗകർ. 18. നീതി പ്രസംഗിക്കുന്നവർ. അതാണെന്നില്ലാത്തത്. നീതി പ്രസംഗിക്കുന്നവർ. 2 പത്രോസ്
2:5 ഒരാളിനൊന്ന് വായിക്കാം. 2 പത്രോസ് 2:5. പുരാതന ലോകത്തെയും പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അന്ധതമസിന്റെ ചങ്ങലയിട്ട് നരകത്തിലാക്കി ന്യായവിധിക്കായി കാപ്പാൻ ഏൽപ്പിക്കുകയും പുരാതന ലോകത്തെയും ആദരിക്കാതെ ഭക്തികെട്ടവരുടെ ലോകത്തിൽ ജലപ്രളയം വരുത്തിയപ്പോൾ നീതിപ്രസംഗിയായ നോഹയെ 7 പേരോട് കൂടെ പാലിക്കുകയും. ഏതാ വായിച്ചേ? അതിന്റെ മേളിൽ കയറി വായിച്ചു. അത് അവിടെ ഫുൾ സ്റ്റോപ്പ് ഇല്ല. ഏതിലാ പുസ്തകം ഇല്ലാത്ത? മൊബൈലിലാണോ? 2 പത്രോസ് 2:5. 2:5 വായിച്ചേ. പുരാതന ലോകത്തെയും ആദരിക്കാതെ ഭക്തികെട്ടവരുടെ ലോകത്തിൽ ജലപ്രളയം വരുത്തിയപ്പോൾ നീതിപ്രസംഗിയായ നോഹയെ 7 പേരോട് കൂടെ പാലിക്കുകയും. മതി. ഓക്കെ, നീതി പ്രസംഗിച്ച ഒരു നോഹ ഉണ്ടായിരുന്നു അല്ലേ? താൻ എന്താ പറഞ്ഞേ? വെള്ളം പൊക്കം വരാൻ പോകുന്നു, ആദ്യത്തെ പ്രസംഗം. ആമേൻ അല്ലേ? ജലപ്രളയം വരാൻ പോകുന്നു, ഇപ്പോ മഴ പെയ്യും. എന്താ പറഞ്ഞേ? സത്യം പറഞ്ഞവൻ എന്ത് ചെയ്തു? കല്ലെറിയാൻ തുടങ്ങി. ആശാരിമാരെല്ലാം ഉളിയെടുത്തെറിയാൻ തുടങ്ങി. നോഹയെ പറ്റി കൊട്ടുകൂടിയൊക്കെ എടുത്തെറിഞ്ഞു. പക്ഷെ എന്താ പ്രസംഗിച്ച? നീതി പ്രസംഗം. ഇന്ന് രാത്രി അതാണ് നമുക്ക് വേണ്ടത്. സ്തോത്രം. എത്ര പേർക്ക് ഇന്ന് രാത്രി സ്തോത്രം പറയാൻ കഴിയും? ദൈവത്തിന്റെ സന്നിധിയിൽ. ഇത് ബൈബിൾ സർവേ ചെയ്യുമ്പോൾ ഇത്രയും പേരുകൾ പറഞ്ഞു തരുന്നത്. ഇത് നമുക്ക് ക്ലാസ്സിൽ കിട്ടത്തില്ല. ബൈബിൾ സർവേയിൽ മാത്രമാണ് ഇതെല്ലാം തരുന്നത്. സ്തോത്രം. നിങ്ങൾ ഈ കാലഘട്ടങ്ങളിലെ നീതി പ്രസംഗിക്കുന്നതായിരിക്കും. അതാ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. തീർന്നില്ല കേട്ടോ. അടുത്ത് നമ്മൾ വായിക്കുന്നത് 19. ക്രിസ്തുവിന്റെ ദാസന്മാർ. ഫിലിപ്പിയർ 1:1. ക്രിസ്തുവിന്റെ ദാസന്മാർ. ഫിലിപ്പിയർ 1:1. സഭയുടെ ദാസന്മാർ. 2 കൊരിന്ത്യർ 4:5. ദൈവത്തിന്റെ ദാസന്മാർ. തീത്തോസ് 1:3. കർത്താവിന്റെ ദാസന്മാർ. 2 തീമത്തി 2:24. 2 തീമത്തി 2:24. ഭടന്മാർ. ഫിലിപ്പിയർ 2:25. നക്ഷത്രങ്ങൾ. വെളിപ്പാട് 1:20. ഇരുപത്തിയഞ്ച്. ദൈവത്തിന്റെ
വിചാരകന്മാർ. തീത്തോസ് 1:7, 26. ദൈവകൃപയുടെ ഗ്രഹ വിചാരകന്മാർ. 1 പത്രോസ് 4:10, 27. ദൈവ മർമ്മങ്ങളുടെ ഗ്രഹ വിചാരകന്മാർ. 28. സാക്ഷികൾ. അപ്പോസ്തലപ്രവൃത്തി 1:8. 29. 28 സാക്ഷികൾ. അപ്പോസ്തലപ്രവൃത്തി 1:8. 29 സഹ പ്രവർത്തകർ. 2 കൊരിന്തി 6:1. ് 29 പേര് ഒരഭിഷത്തിനുണ്ട്. ഇതിനപ്പുറം ഇനി എന്തെങ്കിലും വേണം. അപ്പൊ നമ്മൾ ആര് ചെറുതല്ല, നമ്മൾ വലുത്. നമ്മളെ തൊടുന്നവർ ദൈവത്തിന്റെ കണ്ണിന്റെ കൃഷ്ണമണിയെ തൊടുന്നു എങ്കിൽ, അങ്ങനെ വചനമുണ്ടെങ്കിൽ, ഇന്ന് രാത്രി വളരെ പ്രാർത്ഥനയോടെ ഈ വാക്യങ്ങളെല്ലാം നിങ്ങൾ വായിക്കണം. വീട്ടിയിരുന്നതെല്ലാം 29 അധ്യായങ്ങളും നിങ്ങൾ വായിക്കണം. ഈ പറയപ്പെട്ട ഓരോ വാക്യം ആ അധ്യായത്തിനകത്തുള്ള എല്ലാ അധ്യായവും നിങ്ങൾ വായിച്ചിരിക്കണം. ആമേൻ. നമ്മൾ തുടങ്ങിയ ഭാഗത്ത് തന്നെ നമ്മൾ ആ നിർത്തിയ ഭാഗം ഉണ്ടല്ലോ എഴുതാനുള്ളത്, ആ ഒരു പേപ്പർ വിട്ടല്ലേ എഴുതിയത്. അടുത്ത് തന്റെ ദീർഘമായ കാരാഗ്രഹവാസം നിമിത്തം അവർക്കുണ്ടായ അധൈര്യം അതിന് താഴോട്ട് ക്രിസ്തീയ അനുഭവങ്ങൾ 1:1 മുതൽ 2 വരെ. ഫിലിപ്പിയർക്ക് വേണ്ടിയുള്ള സ്തോത്രാർപ്പണം. സ്തോത്രാർപ്പണവും പ്രാർത്ഥനയും 1:3 മുതൽ 11 വരെ. ഓക്കെ, അടുത്ത് ഈ ലേഖനത്തിന്റെ വിഷയ വിഭജനം. ഫിലിപ്പി ലേഖനത്തിന്റെ വിഷയ വിഭജനം. 1, പൗലൂസിന്റെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ. ഒന്നിന്റെ 12 മുതൽ 26 വരെ. രണ്ട്,
തന്റെ ബന്ധനം നിമിത്തം ഒന്നിന്റെ 12 മുതൽ 14 വരെ. 3, ഏതു വിധത്തിലും ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. 1ന്റെ 15 മുതൽ 18 വരെ. 4, ജീവിച്ചിരിപ്പാനും മരിപ്പാനുമുള്ള തന്റെ തീരുമാനം. 1ന്റെ 19 മുതൽ 26 വരെ. 5, സഭയെ സംബന്ധിക്കുന്ന 5 കാര്യങ്ങൾ. 1ന് 27, 4ന്റെ 9. 1, ഉറച്ചു നിൽക്കുന്നതിന്. 1ന് 27 മുതൽ 30 വരെ. 2, ഐക്യതയ്ക്ക് വേണ്ടി. 7, സഭയെക്കുറിച്ചുള്ള പൗലൂസിന്റെ ഉദ്ദേശങ്ങൾ. 2ന്റെ 19 മുതൽ 30 വരെ. 'ഉറപ്പും ഐക്യതയും. 4ന്റെ 1 മുതൽ 3 വരെ. 'പൗലൂസ് മുന്നറിയിക്കുന്നു. 3ന്റെ 1 മുതൽ 21 വരെ. 'അടുത്ത സന്തോഷവും ദീർഘമായ ആനന്ദവും. 4ന്റെ 4, 5. 'ഓക്കെ, ഇത് മതി നമുക്ക് ആ ഭാഗത്ത്. ഒന്ന് വായിക്കാമോ? 2ന്റെ 19 ഒന്ന് വായിക്കാമോ? സോറി, 4ന്റെ 1 മുതൽ 3 വരെ.
അതുകൊണ്ട് എന്റെ പ്രിയരും വാഞ്ചിതരുമായ സഹോദരന്മാരെ, എന്റെ സന്തോഷവും കിരീടവുമായുള്ളവരെ, ഇങ്ങനെ കർത്താവിൽ നിലനിൽപ്പിൻ. പ്രിയമുള്ളവരെ, കർത്താവിൽ ഏക ചിന്തയോടിരിപ്പാൻ ഞാൻ യുവോദയെയും സുന്ദുകയെയും പ്രബോധിപ്പിക്കുന്നു. സാക്ഷാൽ ഇണയാളിയായുള്ളവരെ, അവർക്ക് തുണ നിൽക്കണമെന്ന് ഞാൻ നിന്നോടും അപേക്ഷിക്കുന്നു. ജീവപുസ്തകത്തിൽ പേരുള്ള ക്ലേമന്റ് മുതലായ എന്റെ കൂട്ടുവേലക്കാരുമായി ആ സ്ത്രീകൾ എന്നോട് കൂടെ സുവിശേഷ ഘോഷണത്തിൽ പോരാടിയിരിക്കുന്നു. കണ്ടോ? അപ്പൊ സ്ത്രീകൾക്ക് ആ സമയത്ത് പൗലൂസിന്റെ കൂടെ സുവിശേഷത്തിൽ പോരാടിയ സഹോദരിമാർ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അപ്പോ അത് വ്യക്തമായിട്ട് നമ്മൾ അറിയണമെങ്കിൽ മൂന്നാമത്തെ അധ്യായമൊക്കെ നമ്മൾ പഠിക്കുമ്പോ നമുക്ക് അവിടെ അവരെ പറ്റിയൊക്കെ അവിടെ കാണാൻ കഴിയും. സ്തോത്രം. സഹോദരിമാരെ പറ്റിയും സഹോദരന്മാരെ പറ്റിയൊക്കെ 3-ാം അധ്യായത്തിലുണ്ട്. സ്തോത്രം. അപ്പോ ആ കാലഘട്ടങ്ങളിൽ പൗലൂസിനോട് കൂടെ പ്രാർത്ഥനയിലും സുവിശേഷ ഘോഷണത്തിലും പ്രവർത്തനങ്ങളിലൊക്കെ ഒരു കൂട്ടം സഹോദരിമാര് പൗലൂസിന്റെ കൂടെ ഉണ്ടായിരുന്നു അന്ന് ആ കാലഘട്ടങ്ങളിൽ. അപ്പൊ നോക്കൂ, അവിടെ അടുത്ത 4-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. അപ്പൊ എന്താ എപ്പോഴും ഈ പിന്നെയും പിന്നെയും പൗലൂസ് പറയുന്ന കാര്യം? നിങ്ങൾ ടെൻഷൻ അടിക്കരുത്, നിങ്ങൾ യേശുവിൽ അല്ലെങ്കിൽ കർത്താവിൽ എപ്പോഴും എന്ത് ചെയ്യണം? സന്തോഷിക്കണം. അതാണ് ഞാൻ പറയട്ടെ. കർത്താവിന്റെ പേരുകൾ എത്രയുണ്ടെന്ന് അറിയാമോ? യേശു ക്രിസ്തുവിന്റെ പേരുകൾ എത്രയുണ്ടെന്ന് അറിയാമോ? എത്ര പേരുണ്ട്? യേശു ക്രിസ്തുവിന് എത്ര പേരിൽ അറിയപ്പെടുന്നുണ്ട് വേദപുസ്തകത്തിനകത്ത്? നിങ്ങൾ പറഞ്ഞില്ല കൈ എത്ര പേരുള്ളോ, അല്ലെങ്കിൽ എന്തെങ്കിലും കൈ ഇങ്ങനെ കാണിച്ചാലും മതി. എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്? എന്തൊക്കെ പേരുകളാണെന്ന് അറിയാമോ? ആർക്കെങ്കിലും ഒന്ന് പറയാം. യേശു ക്രിസ്തു വിവിധ പേരുകൾ എത്ര പേരിൽ അറിയപ്പെട്ടു കർത്താവ്? അറിയാമോ ആർക്കെങ്കിലും? ആർക്കും അറിയില്ല യേശുവിന്റെ പേര്? വേണ്ടി എത്ര പേരിൽ അറിയപ്പെട്ടു കർത്താവ്? അറിയത്തില്ല. അല്ല, എത്ര പേരറിയാം? ആന്റിക്ക് എത്ര പേരറിയാം? മനുഷ്യപുത്രൻ, ദൈവപുത്രൻ, പിന്നെ അത്ര അറിയാം. ഇവിടെ അഭിഷിക്തൻ, സർവശക്തൻ, ദൈവപുത്രൻ, മനുഷ്യപുത്രൻ, കർത്താവ്, ക്രിസ്തു, മഹാപുരോഹിതൻ. തീർന്നു. അവിടെ ഓമനസിസ് യഹോവയായ ദൈവം, കർത്താവ്, മഹാപുരോഹിതൻ. യേശു ക്രിസ്തുവിന്റെ പേരാണ് ചോദിച്ചത്, യഹോവയായ ദൈവത്തിന്റെ അല്ല. യേശു ക്രിസ്തുവിന്റെ പേര് അറിയില്ല. അവിടെ ജിനീഷ് ബ്രദർ, ഗീതു സിസ്റ്റർ. കുഞ്ഞാട്, ദൈവത്തിന്റെ കുഞ്ഞാട്. ദൈവപുത്രൻ, മനുഷ്യപുത്രൻ, മശിഹ, കർത്താവ്. കർത്താവ്, ക്രിയ, കർമ്മം അല്ലേ? എഴുതാൻ സമയമുണ്ടോ? 105 പേര് എഴുതണം. 105 പേര്. ആരാ പറഞ്ഞേ? ദാവീദിന്റെ പുത്രൻ. ദാവീദിന്റെ പുത്രൻ. 1, 2, 3, 4, 5, 6, 105 പേര് എഴുതണം. പറ്റുമോ? റെഫറൻസ് അടക്കം എഴുതിയല്ലേ പറ്റൂ. പഠിക്കണ്ടേ? യേശു കർത്താവിന്റെ പേര് നമുക്കറിയണ്ടേ എത്ര പേരുണ്ടെന്ന്. പ്രൊഫസർ വലിയ ബുക്ക് എടുത്ത് ഇപ്പൊ എന്തായാലും എഴുതിയിട്ടേ ഉള്ളു കാര്യം. കർത്താവിന്റെ പേരറിയണ്ടേ? ദൈവമേ, യേശു ക്രിസ്തുവിന്റെ വിവിധ പേരുകൾ, ഹെഡിങ്
യേശുക്രിസ്തുവിന്റെ വിവിധ പേരുകൾ. ശ്രദ്ധിക്കണം, യേശുക്രിസ്തുവിന്റെയാണ്, യഹോവയായ ദൈവത്തിന്റെ അല്ല. ആദ്യത്തെ പേര് ആര് പറയും? എഴുതിക്കോളൂ. അത്ഭുത മന്ത്രി. യെശയ്യാവ് 9:6. രണ്ട്, അത്യുന്നതന്റെ പുത്രൻ. ലൂക്ക 1:32. മൂന്ന്, അധിപതി. യെശയ്യാവ് 55:4. 4, ആൽഫയും ഒമേഗയും. വെളിപ്പാട് 1:8, 22:13. 5, അവകാശമുള്ളവൻ. ഉൽപ്പത്തി 49:10. 6, ആദ്യനും അന്ത്യനും. വെളിപ്പാട് 1:17. 7. നമ്മൾ എപ്പോഴും പറയുന്നൊരു വാക്ക് ഏതാണെന്നറിയാമോ? ഇപ്പൊ ഞാനൊരു പ്രാർത്ഥനാ വിഷയം അങ്ങോട്ട് പറയുന്നു, അല്ലെങ്കിൽ ഞാനിപ്പോ തങ്ങമ്മേനോട് പറയാണ്, ആന്റി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അപ്പൊ ആന്റി എന്ത് തിരിച്ച് മറുപടി പറയും? പറഞ്ഞേ. ഏതാ? ആമേൻ. യെസ്, ആമേൻ. എഴുതിക്കോളൂ, ആമേൻ. വെളിപ്പാട് പുസ്തകം 3:14. 8, ആത്മാക്കളുടെ ഇടയൻ. ഇടയനും അധ്യക്ഷനും. 1 പത്രോസ് 2:25. 9, ഇടയശ്രേഷ്ഠൻ. 1 പത്രോസ് 5:4. 10, ഇമ്മാനുവേൽ. യെശയ്യാവ് 7:14. 11, ഉദയനക്ഷത്രം. ഉദയ നക്ഷത്രം. വെളിപ്പാട് 22:16. 12, ഉയരത്തിൽ നിന്നുള്ള ഉദയം. ഉയരത്തിൽ നിന്നുള്ള ഉദയം. ലൂക്ക 1:79.
13. മോശയെ പോലെ ഒരു പ്രവാചകൻ. നമുക്കൊരു സബ്ജക്റ്റ് ഒക്കെ പ്രസംഗിക്കണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു 5 വാക്യം എടുത്ത ഒറ്റ സബ്ജക്റ്റായി. അടുത്തൊരു 5 വാക്യം എടുത്താൽ ഒരു സബ്ജക്റ്റായി. അപ്പോൾ ഈ 5 അധ്യായം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു 2 വർഷം പ്രസംഗിക്കേണ്ട സബ്ജക്റ്റായി. മോശയെ പോലെ ഒരു പ്രവാചകൻ. അപ്പോസ്തല പ്രവൃത്തി 3:22. പതിനാല്. ഏകജാതനായ പുത്രൻ. യോഹന്നാൻ 1:18. ഒടുക്കത്തെ ആദാം 15. ഒടുക്കത്തെ ആദാം. 1 കൊരിന്തി 15:45. പതിനാറ്. കർത്താതി കർത്താവ്. നിങ്ങൾ നല്ല വൃത്തിയായിട്ട് പിന്നെ എഴുതിക്കൊള്ളണം. നന്നായിട്ടുള്ള നോട്ട. 1 തീമത്തി 6:15. നോട്ട് വേണമെങ്കിൽ പറയണം, എഴുതാതിരിക്കണ്ട. 17. പ്രിൻസസ്. 17. കാര്യസ്ഥൻ. 1 യോഹന്നാൻ 2:1. പ്രിൻസസ് ഉറക്കത്തിലേക്ക് വഴുതി വീഴുകയാണ്. പതിനെട്ട്. കുഞ്ഞാട്. വെളിപ്പാട് 13:8. 19. ജീവൻ. യോഹന്നാൻ 14:6. 20. ജീവന്റെ അപ്പം. തങ്ങന്മാര് പറയാ, പാസ്റ്റർ ഇനിയിപ്പോ മതി, നമുക്ക് ബാക്കി അടുത്ത പ്രാവശ്യം എഴുതാം പാസ്റ്റർ എന്നിങ്ങനെ പറയാനുള്ള ശ്രമത്തിൽ വരെ. ഇന്നലെയൊക്കെ ഭയങ്കര യാത്രയൊക്കെ ആയിരുന്നു പാസ്റ്റർ. ഇനിയിപ്പോ എന്തായാലും നമുക്ക് 20 നിർത്താം, നമുക്ക് ബാക്കി അടുത്ത ആഴ്ച എഴുതിയാലും കുഴപ്പമില്ല, പല പാസ്റ്റർ നോട്ട് തന്നാലും കുഴപ്പമില്ല, ഞങ്ങൾ പഠിച്ചോളാന്നൊക്കെ പറയായിരിക്കും. എങ്കിലും ജീവന്റെ അപ്പം. യോഹന്നാൻ 6:32. 21. ജീവദായകൻ. പ്രവൃത്തി 3:14. 22. ഞാനാകുന്നു. യോഹന്നാൻ 8:58. 23. തലവൻ. തലൈവനല്ല, തലവൻ. മത്തായി 2:6. 24.
തേജസ്സിന്റെ കർത്താവ്. 1 കൊരിന്ത്യർ 2:8. ദാവീദിന്റെ പുത്രൻ. നമുക്കൊരു 5 എണ്ണം എഴുതി നടത്താം. ദാവീദിന്റെ പുത്രൻ. മത്തായി 1:1. 26. ദാവീദിന്റെ വേര്. വെളിപ്പാട് 22:16. 27. ദൈവം. യെശയ്യാ പ്രവാചകൻ 40:3. 28. ദൈവത്തിന്റെ കുഞ്ഞാട്. ഓമനസിസ് പറയാ, പാസ്റ്റേ ഇനിയിപ്പം ഞാനും ഇത്തിരി യാത്രകളെ കഴിഞ്ഞ് വന്നിരിക്കുകയാണ്, ഇനി നമുക്ക് അടുത്ത ദിവസം എഴുതാം എന്നിങ്ങനെ പറഞ്ഞ് ചരിഞ്ഞ് ഒക്കെ ഇരിക്കുക. യോഹന്നാൻ 1:29. 29. ദൈവത്തിന്റെ ക്രിസ്തു. ലൂക്ക 9:20. 30. ദൈവത്തിന്റെ പരിശുദ്ധൻ. മാർക്കോസ് 1:24. ബാക്കിയുള്ള 75 വാക്യങ്ങൾ റെഫറൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിലോ അതിന്റെ അടുത്ത ദിവസവും ചിന്തിക്കാം. എഴുതിയൊക്കെ ഒന്ന് എത്ര എണ്ണം എഴുതിയെന്ന് അറിയാമോ? എന്ന് വിട്ടുപോയിട്ടുണ്ടോ? ഈ 30 വാക്യങ്ങൾ എല്ലാവരും കിട്ടിയായിരുന്നോ? എല്ലാവരും കിട്ടിയോ? കിട്ടിയല്ലോ തങ്കമേന്റി? ഓമനസിസ് കിട്ടിയല്ലോ? എല്ലാവർക്കും കിട്ടിയല്ലോ? ഓക്കെ. ബാക്കി ഇനി 75 വാക്യമുണ്ട്, റെഫറൻസും ഉണ്ട്, പേരുകളും ഉണ്ട്. അത് നമുക്ക് വരും ദിവസങ്ങളിൽ എഴുതാം. നിങ്ങൾ വിട്ടുപോകരുത്. ആ പേപ്പർ, അത് ആ നോട്ട് എഴുതുന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗം നമ്മൾ ഏതെങ്കിലും 2 പേപ്പറിൽ എഴുതി വെച്ചിരിക്കുക. അപ്പോ നമുക്കത് പ്രയോജനപ്പെടും. അതൊരു അപ്പോ നമ്മള് കാരാഗ്രഹ ലേഖനം 2 അധ്യായം തീർന്നു. 3-ാമത്തെ അധ്യായം നമുക്ക് എഴുതി നിർത്താം. ഹെഡിങ് എഴുതി നമുക്ക് നിർത്താം. ഈ നമ്മള് ന്യൂ ടെസ്റ്റ്മെന്റ് ബൈബിൾ സർവേ നമ്മൾ പുതിയ നിയമം പഠിക്കുമ്പോൾ അത് ആയിരിക്കണം ഒരു പുസ്തകത്തിൽ, ഒരു ബുക്കിനകത്ത് എഴുതേണ്ടത്. ശ്രദ്ധിക്കുക. കൊലോസ്യർ ലേഖനമാണ് പഠിക്കുന്നത്. ബൈബിളിലെ 51-ാമത്തെ പുസ്തകം. എഴുത്തുകാരൻ പൗലൂസ്. എഴുതിയ കാലം AD 60. എവിടെ വെച്ച് എഴുതി? റോമൻ കാരാഗൃഹ